അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ദുറൂസുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠത്തിലെ നാലാമത്തെ പാഠം ഖലീലുള്ളാഹ്. അബ്ദുള്ളയും ആയിഷയും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും വീട്ടിലുണ്ട്. നാളെ വലിയ പെരുന്നാളാണ്. ഉപ്പയും ഇക്കാക്കമാരുമെല്ലാം പെരുന്നാളിന് വന്നതാണ്. ഉമ്മയും ഇത്താത്തയും മൈലാഞ്ചി ഇട്ടു. ഇത്താത്തയാണ് മൈലാഞ്ചിയുടെ ഇല പറിച്ച് അരച്ചെടുത്തത്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷയും അബ്ദുള്ളയും നേരത്തെ ഉറങ്ങി. എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. മസ്ജിദിൽ നിന്ന് സുബ്ഹിന്റെ അദാൻ മുഴങ്ങി. ഉപ്പയും അബ്ദുള്ളയും മസ്ജിദിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെരുന്നാളിന്റെ തക്ബീർ മുഴങ്ങി. എന്താണ് രണ്ടാമതും അദാൻ കേൾക്കുന്നത്? ആയിഷ വലിയമ്മയോട് ചോദിച്ചു. അത് ബലിപെരുന്നാളിന്റെ തക്ബീറാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണയാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വയസ്സായി. കുട്ടികൾ ഉണ്ടായില്ല. കുഞ്ഞിനു വേണ്ടി അല്ലാഹു തആലയോട് ദുആ ഇരുന്നു. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മാഈൽ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അവർ ഇറാഖിൽ നിന്നും മക്കയിലേക്ക് പോയി. അവിടെ അന്ന് വെള്ളവും മറ്റു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. പുഴയും തോടും കിണറും കുളമൊന്നുമില്ലായിരുന്നു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും മകനെയും കഅബയുടെ അടുത്താക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹിച്ചു കരഞ്ഞു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വെള്ളമന്വേഷിച്ച് സ്വഫ മറുവ മലകൾക്കിടയിലൂടെ ഓടി. ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. എവിടെയും വെള്ളമില്ല. അതിനിടയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് സംസം ഉറവ പൊട്ടിയത്. അവർ വെള്ളം കുടിച്ചു. ദാഹം തീർത്തു. വെള്ളം ധാരാളമായി ഒഴുകി. വെള്ളപ്പാച്ചിലുണ്ടാവുമെന്ന് ഭയന്ന് വെള്ളം കെട്ടിനിർത്തി. അതിന്റെ ഒഴുക്ക് നിന്നു. സംസം പുണ്യജലം ഇന്നും മനുഷ്യർക്ക് ശമനം നൽകി നിലനിൽക്കുന്നു. ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന സംസം വെള്ളം നീ കുടിച്ചിട്ടില്ലേ? ഉമ്മാമ ചോദിച്ചു. അതെ അതെ, അവൾ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കാണാൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ
അല്ലാഹു തആലയുടെ കൽപ്പനയായിരുന്നു അത്. നബിമാരുടെ സ്വപ്നം വഹിയിന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിന്റെ കാര്യം മകനോട് പറഞ്ഞു. അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ അലൈഹിസ്സലാം തയ്യാറായി. എന്നാൽ മകനു പകരം ഒരാടിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുത്തു. ബലിപെരുന്നാളിന് നാം നടത്തുന്ന ഉളുഹിയ്യത്തിൽ ആ സ്മരണ പുതുക്കലുണ്ട്. സുബ്ഹ് നിസ്കാരത്തിനു ശേഷം ഉമ്മാമയോടൊപ്പം ആയിഷയും തക്ബീർ ചൊല്ലി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ എഴുതിയ കാര്യം നിങ്ങൾ എഴുതി പഠിക്കും വേണം, വായിച്ചും പഠിക്കണം. മാഉ സംസമ ലിമാ ശുരിബ ലഹു. എന്ത് ഉദ്ദേശം വെച്ചാണോ കുടിച്ചത് സംസം അതിനുള്ളതാണ്. സംസം വെള്ളം കുടിക്കുമ്പോ എന്ത് ഉദ്ദേശിച്ച് കുടിച്ചോ ആ ഉദ്ദേശം ലഭിക്കും, കരസ്ഥമാകും. സംസം വെള്ളത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വായിച്ചത് കേൾക്കുമാറാകട്ടെ, സ്വീകരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെയൊക്കെ ബുദ്ധി അല്ലാഹു ഏറ്റിത്തരട്ടെ, ഓർമ്മശക്തി ഏറ്റിത്തരട്ടെ. അല്ലാഹു ജനങ്ങളും ഇഷ്ടപ്പെട്ടവരിൽ നമ്മളെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.